നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ? ആണെങ്കിൽ ദ വാനിഷിംഗ് എന്ന ചിത്രം ഒരിക്കലും മിസ്സാക്കാതെ കണ്ടിരിക്കണം. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഉറപ്പായും നിങ്ങളെ കുറച്ച് ദിവസത്തേക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നതാണ് ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിത്രം തുടങ്ങുന്നത് നായകനായ റെക്സിനെയും സാസികയെയും കാണിച്ചുകൊണ്ടാണ്. അവർ ഒരു യാത്രയിലാണ്, അതായത് ഒരു ചെറിയ ഔട്ടിംഗ്. കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെയുള്ള ഒരു യാത്ര. റെക്സ് ചെറിയൊരു മുൻകോപക്കാരനും സാസിക ഒരു തൊട്ടാൽവാടി ടൈപ്പുമാണ്. യാത്രയുടെ ഇടയ്ക്ക് വെച്ച് വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്ന് അവൾ എത്തി നോക്കിയത് റെക്സിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതേപ്പറ്റിയുള്ള വാക്കുതർക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ അവരൊരു ടണലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇരുട്ടിൽ കയറിയതോടെ സാസിക താൻ സ്ഥിരമായി ഒരു സ്വപ്നം കാണാറുണ്ടെന്നും താനൊരു സ്വർണ്ണമുട്ടയ്ക്കുള്ളിൽ അകപ്പെട്ട് ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നതായാണ് നിരന്തരം കാണാറുള്ളതെന്നും പതിവിന് വിപരീതമായി ഇന്നലെ കണ്ട സ്വപ്നത്തിൽ 2 സ്വർണ്ണമുട്ടകൾ ഉണ്ടായിരുന്നുവെന്നും സാസിക റെക്സിനോട് പറയുന്നു. പെട്ടെന്ന് വണ്ടി പെട്രോൾ തീർന്ന് ടണലിനുള്ളിൽ പെട്ടുപോകുന്നു. വണ്ടിയിൽ എമർജൻസി ലൈറ്റോ ഒന്നും തന്നെ ഇല്ല എന്നും എത്രയും വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ടണലിന് പുറത്ത് കടക്കണമെന്നും റെക്സ് പറയുമ്പോൾ സാസിക റെക്സിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ടണൽ കയറുന്നതിന് മുമ്പ് പെട്രോളിൻ്റെ കാര്യം താൻ ഓർമ്മിപ്പിച്ചതല്ലേ എന്നും സാസിക പറയുന്നുണ്ട്. വണ്ടിക്കുള്ളിൽ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടെന്നും അത് കത്തിച്ച് നമുക്ക് വണ്ടികളോട് സഹായം തേടാമെന്നും സാസിക റെക്സിനോട് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് റെക്സ് ടണലിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. തന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്നൊക്കെ പറഞ്ഞ് സാസിക കരയുന്നുണ്ട്. റെക്സ് ഒന്നും ശ്രദ്ധിക്കാതെ ടണലിന് പുറത്തേക്ക് പോയി പെട്രോളൊക്കെ വാങ്ങി തിരികെ കാറിനടുത്തേക്ക് എത്തുന്നു. എന്നാൽ കാറിനുള്ളിലോ പരിസരത്തോ സാസികയെ കാണുന്നില്ല. പെട്രോൾ ഫിൽ ചെയ്ത് കാറുമായി റെക്സ് ടണലിന് എക്സിറ്റ് ചെയ്യാൻ നേരം ടണലിൻ്റെ എക്സിറ്റിൽ ഒരു ടോർച്ച് ലൈറ്റുമായി സാസിക നിൽപ്പുണ്ട്. റെക്സ് അവളെ വണ്ടിക്കുള്ളിൽ കയറ്റി മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും വഴക്കൊക്കെ കോംപ്രമൈസ്ഡാക്കി യാത്ര തുടർന്നു. ഇപ്പോൾ അവർ ഒരു ഹൈവേ സൈഡിലെ റെസ്റ്റ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റെയ്മണ്ട് ലെമോർ എന്ന വ്യക്തിയെ കാണുകയാണ്. പാർക്കിംഗ് സ്പേസിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന അയാളുടെ കാറിനുള്ളിലിരുന്ന് കയ്യിലൊരു ബാൻഡേജൊക്കെ സെറ്റാക്കി കൈക്ക് പരിക്ക് പറ്റിയ ആളെപ്പോലെ കാറിൽ നിന്നിറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും റെക്സും സാസികയും അവിടെയുള്ള ഒരു പെട്രോൾ ബങ്കറിൽ നിന്നും പെട്രോൾ അടിക്കുന്ന തിരക്കിലായിരുന്നു. പെട്രോൾ ബങ്കറിന് എതിരെയുള്ള ഒരു ഷോപ്പിന് മുന്നിൽ നമ്മുടെ റെയ്മണ്ട് നിൽക്കുന്നുണ്ട്. അയാൾ റെക്സിനെയും സാസികയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാസിക അയാളുടെ അരികിലൂടെയാണ് ആ ഷോപ്പിംഗ് സെൻറ്ററിനുള്ളിലേക്ക് കയറിപ്പോകുന്നത്. പിന്നാലെ റെയ്മണ്ടും ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. സാസികയും റെക്സും ഇപ്പോൾ ആ റെസ്റ്റ് ഏരിയയിലെ പാർക്കിലിരിക്കുകയാണ്. അവർ അവരുടെ പിണക്കങ്ങളും സങ്കടങ്ങളുമൊക്കെ പറഞ്ഞ് തീർക്കുകയാണ്. അങ്ങനെ സാസിക ഇനി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാമെന്ന് റെക്സിനോട് പറയുന്നു. റെക്സ് അതിന് സമ്മതം മൂളുകയും ചെയ്തു. ആ സന്തോഷത്തിൽ സാസിക ഒരിക്കൽ കൂടി ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. യാത്രക്കിടയിൽ കുടിക്കാൻ സാസികയ്ക്ക് കോളയും റെക്സിന് ബിയറും വാങ്ങാനാണ് അവളിപ്പോൾ പോകുന്നത്. സാസികയാകട്ടെ വലിയ സന്തോഷത്തിലുമാണ്. എന്നാൽ ഏറെ നേരം നിന്നിട്ടും സാസികയെ കാണാത്തതിനാൽ അവളെ അന്വേഷിച്ചു പോകാൻ റെക്സ് തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ റെക്സ് കാറിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നിന്നെ അന്വേഷിച്ച് പോകുന്നതാണ് എന്ന് കുറിപ്പെഴുതി കാറിൻ്റെ വൈപ്പറിൽ ഫിക്സ് ചെയ്തു വയ്ക്കുന്നു. ശേഷം റെക്സ് ആ ഷോപ്പിംഗ് സെൻറ്ററിൽ കയറി അവളെ തിരയുകയാണ്. എന്നാൽ അവിടെ നിന്നും സാസികയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അയാൾ തിരികെ കാറിനടുത്ത് എത്തിയിട്ടും സാസികയെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. റെക്സിന് വല്ലാതെ പേടിയാക്കാൻ തുടങ്ങി. റെക്സ് ഒരു പേപ്പറിൽ കുറിപ്പെഴുതി കാറിൽ ഫിക്സ് ചെയ്യുന്നു. ഞാൻ നിന്നെ അന്വേഷിച്ചു പോവുകയാണ്, നീ ഇതിനിടയിൽ വരികയാണെങ്കിൽ കാറിനുള്ളിൽ എന്നെ വെയിറ്റ് ചെയ്യണമെന്നുമായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ശേഷം അവൻ അവിടെയെല്ലാം അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുവിൽ വീണ്ടും ആ ഷോപ്പിംഗ് സെൻറ്ററിൽ അവൻ എത്തി. എന്നിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അവൾ ആ കോഫി മെഷീൻ്റെ അടുക്കൽ നിന്നിരുന്നുവെന്നും പിന്നെ എൻ്റെ അടുക്കൽ വന്ന് കുറച്ച് ചില്ലറയൊക്കെ വാങ്ങിപ്പോയെന്നും അവൾ റെക്സിനോട് പറയുന്നു. അവൾ തണുത്തതെന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നത്, പിന്നെ എങ്ങനെ കോഫി മെഷീൻ്റെ അടുക്കൽ പോകണമെന്ന് റെക്സിന് സംശയം തോന്നി. അടുത്തതായി പെട്രോൾ ബങ്കറിലെ ജീവനക്കാരനോട് റെക്സ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സാസിക തൻ്റെ കൈകളിൽ ഡ്രിങ്ക്സുമായി ഒരാളുടെ കൂടെ പോകുന്നത് കണ്ടു എന്ന് ഒരാൾ റെക്സിനോട് പറയുന്നു. റെക്സ് വീണ്ടും ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ വാതിക്കൽ പോകുന്നു. അപ്പോഴാണ് താൻ തൻ്റെ ക്യാമറയിൽ
കാറിൻ്റെ കുറച്ച് ഫോട്ടോകൾ എടുത്തിരുന്നു എന്ന കാര്യം അയാൾ ഓർക്കുന്നത്. കാറാകട്ടെ ഷോപ്പിംഗ് സെൻറ്ററിന് നേരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. റെക്സ് പെട്ടെന്ന് തന്നെ ആ ഫോട്ടോഗ്രാഫ്സ് പരിശോധിച്ചു. അതിൽ നിന്നും ഒരു ഫോട്ടോയിൽ സാസിക പതുങ്ങിയിരിക്കുന്നതായി റെക്സ് മനസ്സിലാക്കി. അവളുടെ തൊട്ടുപുറകിലായി വേറെ ഒരാളെ അവ്യക്തമായ സാന്നിധ്യവും അയാൾ മനസ്സിലാക്കി. അവൻ ആ ഫോട്ടോയുമായി പെട്രോൾ പമ്പിൻ്റെ മാനേജറുടെ അടുക്കൽ പോയി കാര്യം പറയുന്നു. നമുക്ക് എത്രയും വേഗം പോലീസിനെ അറിയിക്കാമെന്ന് പെട്രോൾ പമ്പ് മാനേജർ റെക്സിനോട് പറയുന്നു. റെക്സ് വീണ്ടും പുറത്തിറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തൻ്റെ കാറിന് മുകളിൽ ഘടിപ്പിച്ചിരുന്ന സൈക്കിളുകൾ കാണാനില്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കുകയും ഫ്രസ്ട്രേഷൻ കാരണം കാറിൻ്റെ ഡോർ വളരെ ശക്തിയിൽ പിടിച്ചടച്ച് അവൻ അവിടെയാകെ നടക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരു പൊട്ടിയ കോള ബോട്ടിലിനടുത്തായി ഒരു ബിയറിൻ്റെ ക്യാൻ കിടക്കുന്നത് കണ്ട ഒരു പയ്യൻ അതെടുത്തുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടുന്നു. റെക്സ് അപ്പോഴേക്കും അതുവഴി വരികയും പൊട്ടിക്കിടന്ന കോള ബോട്ടിൽ ദേഷ്യത്തോടെ തൊഴിച്ചു കളയുകയും ചെയ്യുന്നു. ആ കോള ബോട്ടിലിന് നമ്മളോടൊരു കഥ പറയാനുണ്ട്. അത് നമുക്ക് ക്ലൈമാക്സിൽ കാണാം. അന്ന് ആ ദിവസം മുഴുവനും റെക്സ് അവിടെ അവൻ്റെ കാറിനുള്ളിൽ അവളെ കാത്തിരുന്നു. ഇനി നമ്മൾ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അതായത് റെയ്മണ്ട് ലെമോൺ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായി ഒരു എസ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു. അവിടെ തൻ്റെ ഭാര്യയെയും കുട്ടികളെയും എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷം. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് കൂകി വിളിച്ചാൽ എക്കോ കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും അയാൾ കൂകി വിളിപ്പിക്കുന്നു. അടുത്ത ദിവസം റെയ്മണ്ട് അയൽക്കാരോടൊക്കെ കുശലാന്വേഷണം നടത്തുന്നതിനിടയിൽ ഇന്നലെ വൈകിട്ട് എന്തെങ്കിലും ശബ്ദം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും കേട്ടോ എന്ന് അന്വേഷിക്കുന്നു. അവർ ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. അവിടെ നിന്നും അയാൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിച്ചുകൊണ്ട് കൈ കാട്ടുന്നു. പെട്ടെന്ന് അയാൾ നിർത്തുമ്പോൾ ഒരു പയ്യനും കൂടി ഒളിച്ചിരുന്നവരിടത്തു നിന്നും ഓടി വരികയാണ്. നിങ്ങളുടെ ബുദ്ധി കൊള്ളാം, എന്നാൽ ഞാൻ ഇവൾക്കാണെങ്കിൽ മാത്രമേ ലിഫ്റ്റ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് റെയ്മണ്ട് വണ്ടി ഓടിച്ചു പോകുന്നു. ഈ റെയ്മണ്ട് മൊത്തത്തിലൊരു വശപിശക് മനുഷ്യനാണ്. പുള്ളിയുടെ സ്വഭാവത്തിൽ ആകെ തന്നെ ഒരു ദുരൂഹത നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കാണ് ആ എസ്റ്റേറ്റിലെത്തിയിരിക്കുന്നത്. ചില പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ഇപ്പോൾ കുറച്ച് ക്ലോറോഫോം സ്വയം ശ്വസിച്ച് അയാൾ ഒരു ടൈമറൊക്കെ ഓണാക്കി വെച്ച് കിടക്കുകയാണ്. ഒരാൾ ഈ ക്ലോറോഫോം മണത്തു കഴിഞ്ഞാൽ ഏതാണ്ട് എത്ര സമയം മയക്കത്തിലായിരിക്കും എന്ന് പരീക്ഷിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ഉറക്കം എഴുന്നേറ്റ ശേഷം സ്റ്റോപ്പ് വാച്ച് ചെക്ക് ചെയ്യുന്ന അദ്ദേഹം കാണുന്നത് ഏതാണ്ട് 18 മിനിറ്റോളം അയാൾ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 18 മിനിറ്റ് കൊണ്ട് തൻ്റെ കാറിൽ തനിക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് അയാൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കാൽക്കുലേഷൻ പ്രകാരം ഈ 18 മിനിറ്റ് കൊണ്ട് തൻ്റെ കാറിൽ ഏതാണ്ട് 17 മൈൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് അയാൾ കണ്ടെത്തുന്നു. അതായത് ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് 17 മൈലിനകത്തു നിന്നുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ അയാളുടെ ലക്ഷ്യം. അതിനുശേഷം ഇയാൾ കുറേ ഡെമോൺസ്ട്രേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാണ്. അതായത് ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തൻ്റെ കാറിലേക്ക് ക്ഷണിക്കണം, കാറിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ ക്ലോറോഫോം തൻ്റെ കൈവശം എടുക്കണം, എങ്ങനെ ക്ലോറോഫോം ആ പെൺകുട്ടിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ കുറേ സമയമെടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അയാളുടെ എക്സ്പെരിമെൻറ്റുകൾക്കൊക്കെ ശേഷം അയാളുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതായത് വഴിയിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് ഒരു മരുന്ന് കടയെ പറ്റി അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ഞാനും ആ മരുന്ന് കടയിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അയാൾ ആ പെൺകുട്ടിയെ അയാളുടെ കാറിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അത് നിരസിക്കുന്നു. അങ്ങനെ കാറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ മരുന്ന് കട എത്തുമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നടന്നു പോകുന്നു. അപ്പോൾ അയാളുടെ ആദ്യത്തെ ശ്രമം അവിടെ പരാജയപ്പെടുകയാണ്. റെയ്മണ്ട് ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഇയാളിൽ ചെറിയൊരു സംശയം അടിച്ചിരിക്കുന്നതായിട്ട് ഇയാൾ മനസ്സിലാക്കുകയാണ്. അതായത് ഇയാളുടെ ഭാര്യ അയാളോട് ചോദിക്കുകയാണ്, ഇത്രയും റൂറലായിട്ടുള്ളൊരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ബംഗ്ലാവ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ അതിനെ എതിർക്കുകയാണ്. ഞാനൊരു ഫാമിലി മാനാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നു. അടുത്ത ദിവസം അയാൾ വീണ്ടും പതിവ് പോലെ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത്തവണ ഒരു സ്ത്രീയോട് ഫ്രഞ്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഷോപ്പ് അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീ റെയ്മണ്ടിനെ മനസ്സിലാക്കുന്നു. അതായത് റെയ്മണ്ടിൻ്റെ മകളുടെ വോളിബോൾ കോച്ചായിരുന്നു ആ സ്ത്രീ. അപ്പോൾ റെയ്മണ്ടിൻ്റെ
അസുഖം എന്താണെന്ന് ഏതാണ്ട് മനസ്സിലാക്കി അവൾ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കാതെ ഏതെങ്കിലും ഹൈവേയിൽ പോയിട്ട് ഏതെങ്കിലും പെട്രോൾ ബങ്കറിൻ്റെ കടത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫോറിനേഴ്സ് വരുമെന്നും നിങ്ങളെ ആരും തിരിച്ചറിയും എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറയും കളിയാക്കിയിട്ട് കടന്നു പോവുകയാണ്. അയാളപ്പോൾ ആ സ്ത്രീയുടെ മുന്നിൽ നാണം കെട്ടെങ്കിലും അതൊരു നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് മനസ്സിലാക്കിയ അയാൾ അങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആ പെട്രോൾ ബങ്കറിൻ്റെ അടുത്തെത്തുകയും സാഹസികയും അതുപോലെ തന്നെ നമ്മുടെ റെക്സിനെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ റോഡിൻ്റെ സൈഡിലുള്ള മരത്തിൽ കാണാനില്ല എന്നുള്ള ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ സാസികയുടെ ഫോട്ടോയാണ് വച്ചിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ പെൺകുട്ടിയാണ്, ഇവളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അറിയിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററാണ്. അതായത് അതിനർത്ഥം നമ്മുടെ സാസിക കാണാതായിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയം അതുവഴി തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന റെയ്മണ്ട് ഈ പോസ്റ്റർ കാണുകയാണ്. ഈ പോസ്റ്റർ കണ്ടതോടുകൂടി അയാൾ ആ പോസ്റ്ററിലേക്ക് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ വല്ലാത്തൊരു മോഹഭാവത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇയാളുടെ സുഹൃത്തൊന്ന് ചോദിക്കുക, നീ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കാണാതാകലിനെ കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അതേ പെൺകുട്ടിയുടെ പോസ്റ്റർ താഴെ ഇപ്പോഴും ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അയാൾ എന്തുമാത്രം സ്നേഹമായിരിക്കും അയാൾക്ക് ഈ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അയാളുടെ സുഹൃത്തിനോടൊപ്പം നടന്നു പോവുകയാണ്. ഇതേസമയം റെക്സിനെ നഗരത്തിൻ്റെ മറ്റൊരു വശത്ത് കാണിക്കുകയാണ്. അതായത് പഴയ പോസ്റ്ററുകളൊക്കെ ഇയാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് റെക്സിന് മറ്റൊരു കാമുകിയെ കൂടെ കിട്ടിയിരിക്കുക, ഒരു ഗേൾ ഫ്രണ്ടിനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവളും റെക്സിനോടൊപ്പം സാഹസികയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ കൂടെ കൂടിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങൾ ഇപ്പോഴും അവളെ തേടി നടക്കുന്നത് എന്തിനെന്ന് അവൾ ചോദിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും അവൾ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്, ചിലപ്പോൾ തോന്നും മരിച്ചിട്ടുണ്ടാവുമെന്ന്. എന്തു തന്നെയാണെങ്കിലും സത്യം കണ്ടുപിടിക്കണമെന്ന് റെക്സ് പറയുന്നു. ഇപ്പോൾ റെക്സ് ഒരു കഫേയിൽ വന്നിരിക്കുകയാണ്. അവന് ചില അജ്ഞാത പോസ്റ്റ് കാർഡുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ അവസാനം കിട്ടിയ കാർഡിൽ 4:30 കാണാമെന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ എന്നൊരു പേരും മെൻഷൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് റെക്സും കാമുകിയും ഈ കഫേയിൽ വന്നിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരുന്ന പേര് ആ കഫേയിൽ തന്നെ ഒരു ജോലിക്കാരൻ്റെ പേരായിരുന്നു. ഇയാളത് 5ാമത്തെ തവണയാണ് എന്നെ കളിയാക്കുന്നത്. സാസികയെ അറിയാവുന്ന ആൾ നമ്മളെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ എല്ലാം കാണാമെന്ന് പറഞ്ഞിരുന്ന സ്ഥലമെല്ലാം ആ പെട്രോൾ ബങ്കിന് ഏതാണ്ട് 60 മൈലിന് ചുറ്റളവുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ കാർഡ് അയക്കുന്ന ആൾക്കറിയാം സാസികയ്ക്ക് എന്തു പറ്റിയെന്ന് റെക്സ് തൻ്റെ കാമുകിയോട് ഇങ്ങനെ പറയുകയാണ്. അയാൾ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്നും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവുമെന്നും റെക്സ് അവൻ്റെ കാമുകിയോട് പറയുമ്പോൾ അവൾ അക്കാര്യം എതിർക്കുന്നു. എല്ലാം നിന്റെ തോന്നലാണെന്നും സാസികയുടെ കാര്യം വൈൻഡപ്പ് ചെയ്യാൻ സമയമായെന്നും അവൾ റെക്സിനോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് ഒരാൾ ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് റെക്സിനെ നിരീക്ഷിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ലെമോൺ റെയ്മോണ്ട് തന്നെയായിരുന്നു. അവിടെ നിന്നും റെക്സും കാമുകിയും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. പലപ്പോഴും റെക്സും സാസികയും ഒരുമിച്ചെത്താറുള്ള ഒരു ചെറിയ മലഞ്ചെരുവ്. അവിടെ വെച്ച് റെക്സ് വല്ലാതെ അബ്നോർമൽ ആവുകയാണ്. അവളുടെ ഓർമ്മകൾ അവനെ അപ്പോൾ മാനസികമായി വേട്ടയാടുകയായിരുന്നു. അവൻ്റെ പുതിയ ഗേൾഫ്രണ്ട് ആവട്ടെ റെക്സിനെ സമാധാനിപ്പിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുമുണ്ട്. അന്ന് രാത്രി റെക്സ് നേരത്തെ അവൻ ചെന്നിരുന്ന കോഫി ഷോപ്പിന് മുന്നിലെത്തുന്നു. ശേഷം അവൻ ഉറക്കെ സംസാരിക്കുകയാണ്. അവനെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് റെക്സ് അപ്പോൾ ബഹളം വയ്ക്കുന്നത്. ബഹളം കേട്ട് ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളിൽ നിന്നും പലരും ഇറങ്ങി നോക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലെമോൺ റെയ്മോണ്ട് മാത്രം പുറത്തിറങ്ങാതെ കതക് ചെറുതായി തുറന്ന് റെക്സിനെ നോക്കി ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലെമോണും കുടുംബവും TV-യിൽ ഒരു ഇൻ്റർവ്യൂ കാണുന്നതാണ്. അത് സാസികയുടെ തിരോധാനത്തെ പറ്റി റെക്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു പ്രോഗ്രാമായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ അവസാനം റെക്സ് ഇപ്രകാരം പറയുന്നു: സാസികയെ കാണാതാകലിന് കാരണക്കാരൻ ഈ ഇൻ്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ദയവായി എന്നെ അറിയിക്കണം. എന്നെ ഇങ്ങനെ വട്ടം കറക്കരുത്. ലെമോൺ ആകട്ടെ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ റെക്സും ഗേൾഫ്രണ്ടും അവൻ്റെ ആ ഇൻ്റർവ്യൂ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ റെക്സ് ഇൻ്റർവ്യൂറിനോട് സാസിക കണ്ട സ്വപ്നത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് അവൻ ഒരു കാര്യം കൂടി പറയുന്നു. സാസിക കണ്ടപോലെ ഒരു സ്വപ്നം ഇന്നലെ താനും കണ്ടിരുന്നുവെന്നും 2ാമത്തെ സ്വർണ്ണമുട്ടയ്ക്കുള്ളിൽ ഞാനായിരുന്നുവെന്നും ഞങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിയെന്നുമൊക്കെ റെക്സ് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ ഗേൾഫ്രണ്ട് ആകട്ടെ റെക്സിനെ നോക്കി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഈ ഭാഗം വരെ കേട്ടതിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ എവിടെയാണ് ത്രില്ലറെന്ന്.
ഇനി മുതലാണ് ചിത്രത്തിൻ്റെ ഗതി ആകെ മാറിമറിയുന്നത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെക്സ് അവൻ്റെ ഗേൾഫ്രണ്ടിനെ കാർ കയറ്റി വിട്ട ശേഷം അവൻ്റെ ഓഫീസിനുള്ളിലേക്ക് പോകുന്നതിനിടയിൽ ലെമോൺ റെക്സിൻ്റെ അടുത്തെത്തുന്നു. എന്നിട്ട് അവൻ സ്വയം പരിചയപ്പെടുത്തുന്നു. താങ്കൾ അന്വേഷിക്കുന്ന ആ അജ്ഞാതൻ ഞാനാണ്. സാസികയ്ക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാം. പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ റെക്സ് ലെമോണെ പിടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇടിയെല്ലാം കൊണ്ടു കഴിയുമ്പോൾ ലെമോൺ വീണ്ടും റെക്സിനോട് പറയുന്നു, അവൾക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ എൻ്റെ കൂടെ ഫ്രാൻസിലേക്ക് വരണം, ഞാൻ കാറിലുണ്ടാകും എന്ന് പറഞ്ഞ് ലെമോൺ തൻ്റെ കാറിലേക്ക് പോകുന്നു. റെക്സിന് മറ്റ് വഴികളൊന്നുമില്ലല്ലോ. അവൻ ലെമോണിനെ പിന്തുടർന്നു. അങ്ങനെ ഇരുവരും ഫ്രാൻസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അതിർത്തിയിൽ വച്ച് പോലീസ് ഇരുവരുടെയും പാസ്പോർട്ടുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതും റെക്സ് അയാളുടെ പാസ്പോർട്ട് പിടിച്ചു വാങ്ങി പേര് നോക്കുന്നു. അങ്ങനെയാണ് ഈ താടിക്കാരൻ്റെ പേര് റെയ്മൺ ലെമോൺ ആണ് എന്ന് റെക്സിന് മനസ്സിലാകുന്നത്. യാത്രയ്ക്കിടയിൽ ലെമോൺ സംസാരിക്കാൻ ആരംഭിച്ചു. ഞാൻ ഒരുപാട് വട്ടം നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. തുടക്കം മുതലേ എനിക്ക് തന്നെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവസാനമായി താങ്കൾ ആ കഫേയിൽ നിന്നും പോയില്ലേ, അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി നമ്മുടെ കണ്ടുമുട്ടൽ നീണ്ടുപോകാൻ പാടില്ല. നിനക്കെന്നെ കൊല്ലാം, ഞാൻ സമ്മതിക്കുന്നു. നിനക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതിനു മുമ്പ് നിനക്കറിയണ്ടേ എന്താണ് ശരിക്കും സാസികയ്ക്ക് സംഭവിച്ചത് എന്ന്? എനിക്ക് 16 വയസ്സുള്ള സമയം ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ആ സമയത്ത് എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നും എനിക്ക് താഴേക്ക് ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. നോർമലായ ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. എന്നാൽ ഞാൻ ചാടി. എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു, നീ ചാടുന്നതായി ഒന്ന് സങ്കല്പിച്ച് നോക്കിയെന്ന്. ആ ചാട്ടം വല്ലാതൊരു അനുഭവമായിരുന്നു. എൻ്റെ ഇടത്തെ കൈ ഒടിഞ്ഞു, 2 വിരലുകൾ നഷ്ടമായി. എന്തിനാണ് ഞാൻ ചാടിയത് എന്നറിയാമോ? എൻ്റെ പേഴ്സണാലിറ്റിയിലെ ചെറിയൊരു അബ്നോർമാലിറ്റി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണത്. മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കും. സോഷ്യോപാത്താണെന്നാണ് പറയുക. അങ്ങനെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപാട് കൗതുകങ്ങൾ കടന്നു വന്നു. ഒടുവിൽ സ്ത്രീകളോടായി ആകർഷണം. എന്നാൽ അതൊരു വല്ലാത്ത പരീക്ഷണം തന്നെയായിരുന്നു. ആദ്യമൊക്കെ ലൈംഗിക തൊഴിലാളികളെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. അവരാകുമ്പോൾ ഈസിയാണല്ലോ. എന്നാൽ അവർക്കാർക്കും എന്നെ ഇഷ്ടമായില്ല. പിന്നെ സാധാരണ സ്ത്രീകളെ ഓരോ അടവും പറഞ്ഞ് കാറിനുള്ളിലേക്ക് അവരെ കയറ്റാൻ ശ്രമിച്ചു. എന്നാൽ അതും തുടരെ തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പെട്രോൾ ബങ്കറിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലെത്തുന്നത്. അവിടെ വച്ചാണ് സാസിക എൻ്റെ മുന്നിൽ വന്ന് പെടുന്നത്. അവളെ ഞാൻ ഫോളോ ചെയ്തു. സാസിക നേരെ പോയത് വാഷ്റൂമിലേക്കായിരുന്നു. ലെമോൺ അവിടെ അവളെ കാത്തു നിന്നു. ഇതിനുള്ളിൽ മറ്റൊരു സ്ത്രീയെയും ലെമോൺ കാണുന്നുണ്ട്. എന്നാൽ സാസികയെ ഉന്നമിട്ടിരുന്നതിനാൽ അയാൾ ആ സ്ത്രീയെ വലിയ ശ്രദ്ധ കൊടുത്തില്ല. എന്നാൽ റെസ്റ്റ് റൂമിൽ നിന്നിറങ്ങിയ സാസിക നേരെ പോകുന്നത് ഷോപ്പിലെ ബില്ലിംഗ് ഡെസ്കിലായിരുന്നു. അപ്പോഴേക്കും അപ്രതീക്ഷിതമായി കുറേ കുട്ടികൾ അവിടേക്ക് കടന്നു വരികയും ലെമോണിന് സാസികയോട് സംസാരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാസിക ഷോപ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. സാസിക കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ ലെമോൺ പെട്ടെന്ന് പ്ലാൻ മാറ്റി. താൻ നേരത്തെ കണ്ട ആ സ്ത്രീയുടെ അടുക്കൽ പോവുകയും ഒരു സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വണ്ടിയിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ട്രെയിലറുണ്ട്. എൻ്റെ കൈ ഫ്രാക്ചർ ആയിരിക്കുന്നതിനാൽ അത് എൻ്റെ കാറിൽ ഒറ്റയ്ക്ക് ഘടിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അതിനാൽ ഒന്ന് സഹായിക്കാമോ എന്നായിരുന്നു ലെമോൺ ആ സ്ത്രീയോട് ചോദിച്ചത്. അവൾ സഹായിക്കാമെന്ന് ഏൽക്കുകയും ലെമോണിനോടൊപ്പം കാറിനടുത്ത് എത്തുകയും ചെയ്തു. ട്രെയിലർ അപ്പുറത്താണ് കിടക്കുന്നത്, നിങ്ങൾ നടന്നോളൂ, ഞാൻ വണ്ടിയിൽ വരാമെന്ന് അവളോട് പറയുമ്പോൾ ഞാനും വണ്ടിയിൽ വന്നോളാം എന്ന് അവൾ ലെമോണിനോട് പറയുന്നു. അയാൾ എന്താണോ ആഗ്രഹിച്ചത് അതാണ് അവൾ പറഞ്ഞത്. ലെമോൺ കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നു. ശേഷം താനന്ന് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തതുപോലെ കാറിന് പുറകിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ഒരു തുണിയിലൊഴിച്ച് ഡ്രൈവിംഗ് സീറ്റിനടുത്ത് എത്തുമ്പോഴേക്കും അയാൾ തുമ്മുന്നു. പെട്ടെന്ന് കയ്യിലെ ക്ലോറോഫോം കൊണ്ട തുണി കൊണ്ടയാൾ മൂക്കിൽ പൊത്തിപ്പിടിക്കുകയാണ്. പണി പാളിയെന്ന് മനസ്സിലായ അയാൾ പെട്ടെന്ന് തന്നെ മുഖം കഴുകാനായി റെസ്റ്റ് റൂമിലേക്ക് ഓടുന്നു. റെസ്റ്റ് റൂമിൽ മുഖം കഴുകിക്കൊണ്ട് ലെമോൺ തൻ്റെ മണ്ടത്തരമോർത്ത് ചിരിക്കുകയാണ്. ശേഷം അയാൾ കോഫി മെഷീനിൽ പോയി കോഫി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാസിക വീണ്ടും അവിടെ വരുന്നു. കോള വെൻഡിങ് മെഷീൻ ഇടാൻ കോയിൻ ഇല്ലാത്തതിനാൽ അടുത്ത് നിന്ന ലെമോണിനോട് കോയിൻസ് ഉണ്ടാവുമോ എന്ന് അവൾ ചോദിക്കുന്നു. ലെമോണിൻ്റെ പക്കൽ അത്രയും കോയിൻസ് ഇല്ലാത്തതിനാൽ അവൾ ക്യാഷ് കൗണ്ടറിൽ പോയി കോയിൻസ് വാങ്ങി തിരികെ വരുന്നു. അപ്പോഴേക്കും ലെമോൺ കോഫി കുടിച്ച് അവളെ നിരീക്ഷിച്ച് അവിടെ തന്നെ നിൽപ്പുണ്ട്. കോളയൊക്കെ കളക്ട് ചെയ്ത് തിരിയുന്ന സാസിക ലെമോണിനെയും അയാളുടെ കയ്യിലെ ഒരു കീ ചെയിനിനെയും ശ്രദ്ധിക്കുകയാണ്. ആ കീ ചെയിൻ മനോഹരമായിരിക്കുന്നുവെന്നും അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നുമെല്ലാം സാസിക വാചാലമായി ലെമോണിനോട് സംസാരിക്കുന്നു. ലെമോണിന് അതൊരു സുവർണാവസരമായാണ് തോന്നിയത്. താൻ കീ ചെയിനുകൾ വിൽക്കുന്ന സെയിൽസ്മാൻ ആണെന്നും കാറിൽ നിരവധി കളക്ഷൻസ് ഉണ്ടെന്നും വന്നാൽ എടുത്തു തരാമെന്നും അയാൾ സാസികയോട് പറയുന്നു. അങ്ങനെ അവർ ലെമോണിൻ്റെ കാറിനടുത്തെത്തി.
ലെമോൺ കാറിനുള്ളിൽ കയറി ഒരു പെട്ടിയെടുത്ത് മടിയിൽ വെച്ചു. ശേഷം സാസ്കിയയോട് കാറിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയാണ്. നിനക്ക് ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുക്കാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അവൾ ആദ്യമൊന്ന് മടിക്കുന്നുണ്ട്. എങ്കിലും അയാളുടെ കാറിനുള്ളിൽ ഒരു ഫാമിലി ഫോട്ടോ സാസിക ശ്രദ്ധിക്കുന്നു. അതോടെ പുള്ളി ഒരു കുഴപ്പക്കാരനല്ല എന്ന് സാസിയെ വിശ്വസിക്കുകയും ശേഷം കാറിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ആ ഒരു സെക്കൻഡിൽ തന്നെ ലെമോൺ സാസിക്കയെ ക്ലോറോഫോം മണപ്പിക്കുന്നു. അവൾ ബോധം കെടുകയും ലെമോൺ വണ്ടിയെടുത്ത് വേഗത്തിൽ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഈ സമയം അവളുടെ കയ്യിലുണ്ടായിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിൽസ് എല്ലാം റോഡിൽ വീഴുകയും അതിൽ കോളയുടെ മുകളിലൂടെ കാറിന് ടയർ കയറിപ്പോവുകയും ചെയ്യുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ റെക്സ് തട്ടിത്തെറിപ്പിക്കുന്ന ബോട്ടിൽ ഈ കോള ക്യാനാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും ഇരുവരും ആ പഴയ പെട്രോൾ ബങ്കറിനും ആ റെസ്റ്റ് ഏരിയയിലുമൊക്കെ എത്തുകയാണ്. അപ്പോഴേക്കും നേരം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. റെക്സ് കാറിന് പുറത്തിറങ്ങി ഒന്ന് നടക്കുന്നതിനിടയിൽ ലെമോൺ ഒരു ഗ്ലാസ്സിൽ ഒരു കോഫി ഒഴിക്കുകയാണ്. അത് റെക്സിന് കൊടുക്കുകയും ചെയ്യുന്നു. അത് വാങ്ങിയ ശേഷം റെക്സ് സംസാരിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, നീ അവളെ തട്ടിക്കൊണ്ടുപോയി, ഇനി എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നീ അതാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് ലെമോൺ പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവളെ ഞാൻ ഇവിടെ നിന്നും മയക്കിയാണ് കൊണ്ടുപോയത്. ഈ കോഫിയിൽ ഞാൻ കുറച്ച് ഉറക്കഗുളിക ചേർത്തിട്ടുണ്ട്, നീ അത് കുടിക്കുക. അവൾ ഏത് രീതിയിലാണോ ഓരോ നിമിഷവും കടന്നുപോയത് ആ രീതിയിലൂടെ താങ്കളും കടന്നുപോകും. ഒടുവിൽ താങ്കൾക്ക് ബോധം തിരികെ വരുമ്പോൾ അവൾക്ക് എന്താണോ സംഭവിച്ചത് അത് താങ്കൾ അനുഭവിച്ചു തന്നെ മനസ്സിലാക്കും. റെക്സിന് വല്ലാതെ ദേഷ്യം തോന്നുകയും ആ കോഫി ലെമോണിൻ്റെ മുഖത്തേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ലെമോൺ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ കൊല്ലാം, എങ്കിലും സാസികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ഗ്ലാസ്സിൽ കോഫി ഒഴിക്കുകയാണ്. ലെമോണിൻ്റെ ബോഡി ലാംഗ്വേജും സംസാരവുമെല്ലാം വല്ലാതൊരു രീതിയിലുള്ളതായിരുന്നു. റെക്സ് മൊത്തത്തിൽ കൺഫ്യൂസ്ഡായി. എന്ത് ചെയ്യണം? ആ കോഫി കുടിക്കണോ, അതോ സാസികയെ പറ്റിയുള്ള അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമോ? നടന്ന് അയാൾ പണ്ട് സാസികയുമായി ഇരുന്ന പാർക്കിലെ മരത്തിനടുത്തെത്തി. ചെറിയ മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ മരത്തിൻ്റെ ചൂടുഭാഗമുള്ള മണ്ണൊന്ന് മാറ്റി നോക്കി. അവിടെ നിന്നും കുറച്ച് കോയിൻസ് അയാൾക്ക് കിട്ടുന്നു. അതന്ന് സാസികയും റെക്സും കുഴിച്ചിട്ടതായിരുന്നു. അത് കാണുന്നതും അയാളെ വീണ്ടും അവളുടെ ഓർമ്മകൾ വേട്ടയാടാൻ തുടങ്ങി. ഒരുപക്ഷെ അയാളോടൊപ്പം പോയാൽ അവളെ തനിക്ക് കണ്ടെത്താൻ സാധിച്ചാലോ എന്നൊക്കെ അയാൾ അവിടെ ഇരുന്ന് വിചാരിക്കുന്നുണ്ടാകാം. അപ്പോഴേക്കും മഴ ശക്തമാവാൻ തുടങ്ങി. റെക്സ് സമനില പോയവനെ പോലെ കരഞ്ഞുകൊണ്ട് ആ മരത്തിനു ചുറ്റും ഓടി. ശേഷം ഓടി വന്ന് ആ കോഫി എടുത്ത് കുടിക്കുന്നു. അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ലെമോൺ ആ കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. റെക്സ് ആ കാറിനുള്ളിൽ കയറി. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വീഴും. ശേഷം ബോധം വരുമ്പോൾ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ലെമോൺ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലെമോൺ ഒരു തടിപ്പെട്ടി കുഴിച്ചിടുന്നതാണ്. ശേഷം കാണുന്നത് ഇരുട്ടാണ്. പെട്ടെന്ന് ഒരു ലൈറ്റർ തെളിയുന്നത് കാണാം. ആ വെളിച്ചത്തിൽ പരിഭ്രമിച്ച് കിടക്കുന്ന റെക്സിനെയും കാണാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ തടിപ്പെട്ടിക്കുള്ളിൽ റെക്സ് ആയിരുന്നു. ലെമോൺ റെക്സിനെ ജീവനോടെ കുഴിച്ചിടുകയാണ്. പെട്ടിയുടെ വിടവിലൂടെ റെക്സിൻ്റെ മുഖത്തേക്ക് കുറച്ച് മണ്ണൊക്കെ വന്ന് വീഴുന്നുണ്ട്. പരിഭ്രമത്തോടെ അയാൾ ആ തടിപ്പെട്ടി തുറക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്കതിന് സാധിക്കുന്നില്ല. അയാൾ നിലവിളിക്കുന്നുണ്ട്. എന്നാൽ അത് ആരെ കേൾക്കാനാണ്? പതിയെ പെട്ടിക്കുള്ളിലെ ഓക്സിജൻ കുറഞ്ഞു വരികയാണ്. പതിയെ ഓക്സിജൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. ലൈറ്റർ അണയുന്നു. ഇനി എന്ത് സംഭവിച്ചു കാണുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. ശ്വാസമില്ലാതെ റെക്സ് ആ മണ്ണിനുള്ളിൽ കിടന്ന് മരിക്കുകയാണ്. മരണസമയത്തും അയാളുടെ മനസ്സിൽ സാസിക മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപക്ഷെ അവർ കണ്ട സ്വപ്നം പോലെ സ്വർണ്ണമുട്ടയ്ക്കുള്ളിൽ അകപ്പെട്ട അവർ സ്വർഗത്തിൽ കണ്ടുമുട്ടി കാണും. ഇപ്പോൾ കാണുന്നത് ലെമോണിൻ്റെ ഫാം ഹൗസിൽ അവർ കുടുംബത്തോടെ നിൽക്കുന്നതാണ്. അയാളുടെ ഭാര്യയാകട്ടെ 2 ചെടികൾ നനയ്ക്കുന്നുണ്ട്. അതിൽ ഒരു ചെടിയിൽ കുറച്ച് വെള്ളപ്പൂക്കൾ പൂത്തു നിൽക്കുന്നുണ്ട്. ഒന്നിലാകട്ടെ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്നു. ലെമോൺ താടിക്ക് കൈയും കൊടുത്ത് എന്തോ ആലോചനയിലാണ്. നല്ല ഒന്നാന്തര സൈക്കോൺ അയാളെന്ന് കണ്ടാൽ തോന്നുമോ? കാറിന് പുറകിലായി റെക്സിൻ്റെയും സാസിക്കയുടെയും ദുരൂഹ കാണാതാവലിനെ പറ്റി വിവരിച്ചിരിക്കുന്ന ഒരു പത്രവും കിടക്കുന്നുണ്ട്. സൈലൻ്റായി കഥ പറഞ്ഞ് ക്ലൈമാക്സിൽ കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാന്തരം ഒരു സ്റ്റോറിയായിരുന്നു ദ വാനിഷിംഗ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ.